بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. എന്താ പറഞ്ഞത്? ലഖദ് ജാഅക്കും, തീർച്ചയായും നിങ്ങളിലേക്ക് ആഗതനായിരിക്കുന്നു റസൂലും മിൻ അൻഫുസിക്കും, മനുഷ്യരെ നിങ്ങളുടെ മനുഷ്യകുലത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ദൈവദൂതൻ. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബദ്ധതകളും ഉണ്ടാകുന്നോ അതൊക്കെയും ആ പ്രവാചകന് അരോചകമാണ്. ആ പ്രവാചകന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഉമ്മത്തിന്റെ കാര്യം മാത്രമല്ല ഈ അള്ളാഹു പറയുന്നത് പടച്ച തമ്പുരാൻ ഈ ഖുർആനിലൂടെ പറയുന്നത് നേരെ മറിച്ചോ. അസീസുൻ അലൈഹി മാ അനിത്തും, ലോകാവസാനം വരെ വരുന്ന മുഅ്മിനീങ്ങളെ, ഈ സമുദായത്തിലെ ആൾക്കാരെ, നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ പ്രയാസവും അള്ളാഹുവിന്റെ റസൂലിനെ സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. അതുകൊണ്ടല്ലേ ബിലാലിന്റെ പ്രയാസം റസൂലുള്ളാഹിയുടെ പ്രയാസമായി മാറിയത്, അമ്മാറിന്റെ ദുഃഖം റസൂലുള്ളാഹിയുടെ ദുഃഖമായി മാറിയത്, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ പീഡനം തന്റെ പീഡനമായിട്ട് അനുഭവപ്പെട്ടത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനുഷ്യരുടെ ഈ ഉമ്മത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറായ പ്രവാചകനാണ്. ഹരീസുൻ അലൈക്കും, മുഅ്മിനീങ്ങളെ നിങ്ങളോട് അതീവ താല്പര്യമുള്ള ആളാണ് അള്ളാഹുവിന്റെ റസൂല്. ബിൽ മുഅ്മിനീന റഊഫുൻ റഹീമുൻ, മുഅ്മിനീങ്ങളോട് റഊഫാണ്, വളരെ ദയയുള്ള ആളാണ്, വളരെ കരുണയുള്ള ആളാണ്. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പരിചയപ്പെടുത്തി തരുന്നത് എങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് തിരിച്ചങ്ങോട്ട് എത്രത്തോളം സ്നേഹമാണുള്ളത്, എത്രത്തോളം താല്പര്യമാണുള്ളത് തിരുസുന്നത്തുകളോട്, അവിടുത്തെ ജീവിതത്തിനോട്, അവിടുന്ന് കാണിച്ചു തന്ന സാംസ്കാരികമായ മൂല്യങ്ങളോട് എത്രത്തോളമാണ് നമുക്ക് താല്പര്യമുള്ളത്. ഒരു നിസ്കാരത്തിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി പടച്ച തമ്പുരാനോട് പ്രാർത്ഥന നടത്താതിരുന്നിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. ഒരു സംഭവം മാത്രം പറയട്ടെ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലമ്മാ റഅയ്തു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീബ നഫ്സിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭം, നബി തങ്ങൾ എൻ്റെ വീട്ടിലായിരിക്കെ നബി തങ്ങൾക്ക് വളരെ മനസ്സിന് സന്തോഷമുള്ള, റാഹത്തുള്ള, സമാധാനമുള്ള ഒരു സന്ദർഭം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ ലീ, എനിക്ക് വേണ്ടി ഈ അങ്ങയുടെ നല്ല സംതൃപ്തിയുള്ള മനസ്സിന്റെ ഈ സന്ദർഭത്തിൽ അങ്ങ് എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫഖാല അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖറ വമാ അസ്ററത് വമാ അലനത് തുടങ്ങുന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി നടത്തുകയാണ്. ഫളഹിഖത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ, ഈ പ്രാർത്ഥന കാരണത്താൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. ഹത്താ സഖതത് റഅസുഹാ ഫീ ഹിജ്രിഹാ മിനൽ ലഹഖി, ചിരിച്ചുകൊണ്ട് ചിരിയുടെ ആധിക്യം കാരണത്താൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തന്റെ മുഖവും തലയും തന്റെ മടിയിൽ ഇങ്ങനെ അമർത്തി. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫഖാല ലഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, അയസുറുക്കി യാ ആയിഷ ദുആഇ, എൻ്റെ പ്രാർത്ഥന ആയിഷ നിന്നെ സന്തോഷിപ്പിച്ചു അല്ലേ? എന്നാ കേട്ടോ ആയിഷ, വല്ലാഹി ഇന്നഹാ ലദുആഇ ലി ഉമ്മതി ഫീ കുല്ലി സ്വലാഹ്, എല്ലാ നിസ്കാരത്തിലും എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഈ ഒരു പ്രാർത്ഥന ഞാൻ നടത്തുന്നുണ്ട് ആയിഷ. പ്രിയപ്പെട്ടവരെ,
ഒരു പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിന്റെ അധിക സമുദായ അംഗങ്ങളെയും കണ്ടിട്ടില്ല. തുച്ഛമായ ആൾക്കാരെ മാത്രമാണ് നേർക്ക് നേരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവർക്കും കാണാത്തവർക്കും ലോകാവസാനം വരെ വരുന്ന മുഴുവൻ ഉമ്മത്തിനും പ്രവാചകനാണ്, ഷാഫിയാണ്, മുഷഫ്ഫാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ നബിമാർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ സാഹചര്യത്തിലും സന്ദർഭത്തിലും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മുസ്തജാബത്തായ ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക ആദം നബിക്ക് നൽകിയിട്ടുണ്ട്, ശീസ് നബിക്കും ഇദ്രീസ് നബിക്കും നൂഹ് നബിക്കും ഇബ്രാഹിം നബിക്കും മൂസാ നബിക്കും ഈസാ നബിക്കും തുടങ്ങി എല്ലാ പ്രവാചകന്മാരുടെയും പ്രതിസന്ധി ഘട്ടങ്ങളിലും ആപത്ത് ഘട്ടങ്ങളിലും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി ഇജാബത്ത് ലഭിക്കുന്ന ഓരോ ദുആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു കൊടുത്തു. ആ ദുആകളൊക്കെയും ആ പ്രവാചകന്മാർ അവരുടെ ജീവിത കാലയളവിൽ പല പ്രതിസന്ധികളും നേരിട്ടപ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവതഹു. എല്ലാ നബിമാരും അവരുടെ ആ മുസ്തജാബത്തായ ദുആ അവരുടെ ജീവിത കാലയളവിൽ തന്നെ അവർ പ്രയോജനപ്പെടുത്തി. എന്നാൽ തീർച്ചയായും ഞാൻ മാറ്റിവെച്ചു ദഅവതി, എന്റെ മുസ്തജാബത്തായ ദുആയെ, ശഫാഅത്തൻ ലി ഉമ്മത്തി യൗമൽ ഖിയാമ, വിചാരണ നാളിൽ എൻ്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എനിക്ക് വേണ്ട ആ ഒരു പ്രത്യേകമായ ദുആ എൻ്റെ ഉമ്മത്തിന് മാറ്റിവെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആ പ്രത്യേകമായ ദഅവത്തും മുസ്തജാബത്ത് ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ. മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ ഹദീസാണ്. അള്ളാഹു വിധി കൂട്ടുമെങ്കിൽ എൻ്റെ ഉമ്മത്തിന് ആ ശഫാഅത്ത് നാളെ ലഭിക്കും. ഏത് ഉമ്മത്തിന്? മൻ മാത മിൻ ഉമ്മത്തി ലാ യുശ്രികു ബില്ലാഹി ശൈആ, മുശ്രിക്കാവാതെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഭാഗ്യം ലഭിച്ച എൻ്റെ ഉമ്മത്തുകളിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആ നബി തങ്ങളുടെ ആ ശഫാഅത്ത് നാളെ ലഭിക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏതാണ് ആ ശഫാഅത്ത്? നാളെ മഹ്ശറയിലെ ശഫാഅത്ത്. യൗമ യദ്ഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിഹാ. എല്ലാ പ്രവാചകന്മാരും സ്വന്തം നഫ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, മറ്റാരെ കുറിച്ചും ചിന്തിക്കാത്ത, വിലപിക്കാത്ത ആ മഹിഷറ വൻസഫയിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നതെന്താ? ഹബീബായ നബി തങ്ങൾ സുജൂദിലേക്ക് വീഴുകയാണ്, ദിവസങ്ങളോളം സുജൂദിൽ കിടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ നബി തങ്ങളോടും ഉമ്മത്തിനോടും അലിവ് തോന്നുകയാണ്. അല്ലാഹു പറയുകയാണ്, ഇർഫഅ മുഹമ്മദ് റഅസക, മുഹമ്മദേ മതി, എത്ര നാളായി സുജൂദിൽ കിടക്കുന്നു, തല ഉയർത്തുക നബിയേ. സൽ തുഅതഹു, എന്താണ് ആവശ്യം എന്ന് ചോദിക്കുക നബിയെ, ആ ആവശ്യം നിറവേറ്റി തരാം നബിയെ. ഷഫാഅത്താണോ ആവശ്യം? ഇവരെ വിചാരണ നടത്തലാണോ ആവശ്യം? അതങ്ങ് ചോദിക്കൂ നബിയെ, ആ ആവശ്യം നിറവേറ്റി തരാം നബിയെ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അത്രയുമാകുമ്പോൾ ഞാൻ എൻ്റെ തല സുജൂദിൽ നിന്നുയർത്തും. ഫഖൂലു യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, ഞാൻ അള്ളാഹുവിനോടെന്ന് പറയുന്നത് എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് എന്നുള്ള വാർത്ത മാത്രമാണ്, വാക്യങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, വേറൊന്നും പറയുന്നില്ല. എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് എന്ന് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയുമ്പോൾ പടച്ച തമ്പുരാന്റെ ഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന വാക്യമേതാ? യാ മുഹമ്മദ് അദ്ഖിൽ മിൻ ഉമ്മതിക മല്ലാ ഹിസാബ അലൈഹിം മിൻ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന. ഹിസാബില്ലാത്ത
അദാബില്ലാത്തൊരു വിഭാഗം ഉണ്ടായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മത്തിൽ. യഥാർത്ഥ നോമ്പുകാർ, അവർക്ക് ഹിസാബ് ഉണ്ടാവൂല, അവർക്ക് അദാബ് ഉണ്ടാവൂല. അങ്ങനെ വേറെ പല കർമ്മങ്ങളും ഹിസാബും കഠിന വിചാരണയും അദാബുമില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കാരണമാകുന്ന ഇബാദത്തുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടത്തിവിട്ടോളാൻ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പടച്ച തമ്പുരാന്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനമുണ്ടാകുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്, ആരെയാണ് ഇഷ്ടപ്പെടേണ്ടത്, ആരുടെ താല്പര്യമനുസരിച്ചാണ് നാം ഓരോരുത്തരും ഓരോ നിമിഷങ്ങളും മുന്നോട്ട് ജീവിച്ചു തീർക്കേണ്ടത്? നമുക്കൊരുപാട് നേതാക്കന്മാർ ഈ ലോകത്തുണ്ട്, ഒരുപാട് റോൾ മോഡലുകളായിട്ട് നമ്മുടെ മുമ്പിൽ സിനിമാ താരങ്ങളുണ്ട്, സ്പോർട്സ് താരങ്ങളുണ്ട്, മറ്റു പല മേഖലകളിലും പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുണ്ട്. അവരാരെങ്കിലും നാളെ ആഖിറത്തിൽ പോട്ടെ, ഈ ദുനിയാവിൽ നമുക്കൊരപകടം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ നിന്നും മരിച്ചങ്ങോട്ട് കബറിലേക്ക് ഒറ്റപ്പെടുന്ന നിമിഷം മുതൽ ആരെങ്കിലും സഹായിക്കാൻ കാണുമോ, ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ കാണുമോ? എന്നാൽ ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമീ. ഭയാനകമാകുന്ന വിചാരണ നാളിൽ എല്ലാ മനുഷ്യരും വല്ലാതെ വിലപിച്ച് കഴിയുന്ന സന്ദർഭത്തില് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള റെക്കമെൻഡ് പ്രതീക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാത്രമാണ്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഉമ്മത്തിനെ ആ രീതിയിലാണ് സംരക്ഷിച്ചിട്ടുള്ളത്, ഈ ഉമ്മത്തിനെ ആ രീതിയിലാണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. അഹല്ല ഉമ്മതഹു ഫീ ഹിർസി മില്ലതിഹി കല്ലൈസി അശ്ബഅമിൽ അശ്ബാലി ഫീ അജമി. മഹാനായ ബുസൂരി തങ്ങള് ബുർദ എന്ന കാവ്യസമാഹരണത്തിൽ പരിശുദ്ധ റസൂലിനെ പ്രകീർത്തിച്ചുകൊണ്ട് കവിത എഴുതുമ്പോൾ അവസാന ഭാഗങ്ങളിൽ അള്ളാന്റെ റസൂലിനെ കുറിച്ച് വർണ്ണിക്കുന്നത് പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലുകളാണ്. അള്ളാന്റെ റസൂലെ ഉമ്മത്തിന് വേണ്ടി ചെയ്യുന്ന ശഫാഅത്തിനെ കുറിച്ചാണ്. ആരാണ് ആ പ്രവാചകൻ? അഹല്ല ഉമ്മതഹു ഫീ ഹിർസി മില്ലതിഹി കല്ലൈസി. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു സിംഹം, ആ സിംഹത്തിന്റെ കുഞ്ഞുങ്ങളെ അതിന്റെ മാളത്തിൽ സുരക്ഷിത താവളത്തിലാക്കിക്കൊണ്ട് എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതുപോലെ ഈ ഉമ്മത്തിനെ പ്രൊട്ടക്ട് ചെയ്ത ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. കാരണം എന്തെന്നറിയുമോ? ഓരോരുത്തരും ഈ ലോകത്ത് വെച്ച് പലവിധമായ പാപങ്ങളും തെറ്റുകളും ചെയ്തുകൊണ്ട് കുറ്റകൃത്യങ്ങളുടെ മാർഗങ്ങളിലൂടെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഈ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു സ്വർണ്ണനൂല് പാതയുണ്ടാക്കിക്കൊണ്ട് ആ സ്വർഗവുമായിട്ട് ബന്ധിപ്പിച്ച പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുകുമാർ കക്കാടെന്ന് പറയുന്ന കവി പറഞ്ഞത് എത്രയോ യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് നല്ല രീതിയിലാണ് വർണ്ണിക്കുന്നത് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലേക്ക് ഒരു സ്വർണ്ണനൂൽ പാത തീർത്ത പ്രവാചക, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിന് കാട്ട് ക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചാ പറയുന്നത്. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ട് ക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? അവരെയെല്ലാം മാറ്റി ലോകത്തിന്റെ ഏറ്റവും വലിയ മാതൃകാ പുരുഷന്മാരാക്കി മാറ്റിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അതുപോലെയുള്ള ലോക നേതാക്കന്മാര്, രാഷ്ട്രമീമാംസകന്മാര് പിന്നെ ലോകത്ത് ഇതുവരെയും ജന്മം കൊണ്ടിട്ടില്ല. അത്രത്തോളം
അത്യുന്നതമായ പരിശുദ്ധമായ ഖുർആനിന്റെ സംസ്കാര മൂല്യങ്ങളാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ റസൂലിനെ കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് നബി തങ്ങളുടെ ജീവിതം പ്രാവർത്തികമായി കൊണ്ടായിരിക്കണം. ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലോകാവസാനം വരെ വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ കാണണമെന്നൊരു ആഗ്രഹിച്ചു പോയിട്ടുള്ള ഒരു നേതാവുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂലല്ലാതെ മറ്റാരുമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. നമ്മളെ ഉൾപ്പെടെ ലോകാവസാനം വരെ വരുന്ന ഈ സമുദായത്തിലെ എൻ്റെ ഉമ്മത്തുകളെ എനിക്കൊന്ന് കണ്ടിരുന്നു എങ്കിൽ എന്ന് കൊതിച്ച് മോഹിച്ച് ആശിച്ചു പോകുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള പ്രഗൽഭരായ സഹാബാക്കൾ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി തങ്ങൾ ഒരിക്കൽ കുറച്ച് സഹാബകളുമായിട്ട് മദീനത്തെ തൊട്ടടുത്തുള്ള ഖബർസ്ഥാൻ ബഖീഉൽ അർഖദ് സിയാറത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ ഖബർസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയാണ് സഹാബാക്കളെ കുറിച്ചിടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൂടിയ സഹാബത്തിനോട് പറയുകയാണ്, വദിത്തു അന്നീ ലഖീതു ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെയൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ. ബഖീ എന്ന് പറയുന്ന ആ ശ്മശാന ഭൂമിയിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊതിച്ചു പോവുകയാണ്, മോഹിച്ചു പോവുകയാണ്. അപ്പോൾ സഹാബാക്കൾ ചോദിക്കുകയാണ്, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ നബിയേ? ആ സന്ദർഭത്തിൽ നബി തങ്ങൾ പറഞ്ഞു, അന്തും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എൻ്റെ സഖാക്കളാണ്, അസ്ഹാബുകളാണ്. വലാകിൻ ഇഖ്വാനി അല്ലദീന ആമനൂ ബി വലം യറൗനി അല്ലദീന ലം യതൂ ബഅദു, എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്ന ഇതുവരെയും ഭൂമി ലോകത്തേക്ക് ജന്മം കൊള്ളാത്ത, നിങ്ങൾക്ക് ശേഷവും എനിക്ക് ശേഷവും ഈ ഭൂമി ലോകത്ത് എൻ്റെ ഉമ്മത്തായി പിറവി കൊള്ളുന്ന എൻ്റെ അനുയായികളെയാണ്, ആൾക്കാരെയാണ് ഞാൻ എൻ്റെ സഹോദരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സഹാബ. അതിൽ നമ്മളും പെടും. അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. നാമീ നല്ലോണം പറയും, അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അതിൽ നമ്മളും പെടും സഹോദരങ്ങളെ. അപ്പോഴാണ് സഹാബത്ത് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, കൈഫ തഅരിഫു മല്ലം യഅതി ബഅദു മിൻ ഉമ്മതിക്, അങ്ങയുടെ സമുദായത്തിൽ നിന്നും ഇതുവരെയും പിറവി കൊള്ളാത്ത ആൾക്കാരെ അങ്ങ് എങ്ങനെ തിരിച്ചറിയും നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചു, അറായിത്തും ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ ഗുർറുൻ മുഹജ്ജലത്തുൻ ബൈന ലഹറൈ ഖൈലിൻ ദുഹ്മിൻ ബുഹ്മിൻ അയരിഫു ഖൈലഹു, വലിയ കുതിരക്കൂട്ടം, ആ കുതിരക്കൂട്ടത്തിൻ്റെ ഇടയിൽ നെറ്റിയിൽ വെള്ളച്ചൂട്ടുള്ള കൈകാലുകൾ നല്ല വെളുത്ത് തിളങ്ങുന്ന ഒരു കുതിര, ഒരു മനുഷ്യനുണ്ട് എങ്കിൽ ആ കുതിരയുടെ യജമാനന് ആ കുതിരയെ തിരിച്ചറിയാൻ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ സഹാബ? കാര്യം മനസ്സിലായി കാണുമല്ലോ. ധാരാളം കുതിരകൾ, അതിന് വിവിധ നിറങ്ങളാണ്, അതിൽ കൂടുതലും കറുത്തതാണ്, മറ്റു പല നിറങ്ങളുമുണ്ട്. പക്ഷേ ആ കുതിരകളുടെ കൂട്ടത്തിൽ ഒരു കുതിര നെറ്റിയിൽ നല്ല വെള്ളച്ചൂട്ട്, നല്ല നിറമുള്ളതാണ്, തിളക്കമുള്ളതാണ്, കൈകാലുകൾ അതിനേക്കാൾ തിളങ്ങുന്ന രീതിയിലുള്ള വെളുപ്പാണ്. ആ കുതിരയെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടോ സഹാബ? സഹാബത്ത് മറുപടി പറഞ്ഞു, ഇല്ല നബിയേ, തിരിച്ചറിയാൻ പറ്റും നബിയേ. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത്, ഇതുവരെയും ഈ ഭൂമിലോകത്ത് ഉദയം ചെയ്യാത്ത എൻ്റെ സമുദായത്തിൽപ്പെട്ടവര് നാളെ ഈമാനോടുകൂടി മരിച്ചിട്ട് മഹ്ശറയിൽ വരുമ്പോൾ നിസ്കാരത്തിൻ്റെയും വദൂഇൻ്റെയും കാരണമായിട്ട് കൈകാലുകൾ തിളക്കമുള്ളവരായിട്ട്, മുഖം തിളക്കമുള്ളവരായിട്ട് മഹ്ശറയിൽ വരുന്നത് സഹാബ. അതുകൊണ്ട് അവരെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പെടാനാണ് നമ്മൾ മോഹിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് കൂട്ടുകാരും എല്ലാവരും കാണും. പക്ഷേ യൗമ യഖല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല,
ഇവന്മാരെ ഒന്നും ദുനിയാവിൽ ജീവിച്ചപ്പോൾ കൂട്ടുകാരും ഫ്രണ്ടുകളുമാക്കാതെ ഞാൻ എൻ്റെ റസൂലിനെ അന്നാളിൽ ഏറ്റവും നല്ല കൂട്ടുകാരനാക്കിയിരുന്നു എങ്കിൽ ഇന്ന് എനിക്ക് രക്ഷയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈവിരൽ കടിച്ചു കുടയുന്ന മഹ്ശറുണ്ട്. കൈവിരൽ കടിച്ചു കുടയുന്ന മഹ്ശറുണ്ട്. ഖുർആനാണ് ഞാൻ പറഞ്ഞത്. യൗമ യഗല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅർ റസൂലി സബീല. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നാം കാണിച്ചു കൊണ്ടിരിക്കുന്ന അനാചാരങ്ങളെ, വിദ്യാർത്ഥികളെ, അത് ചെയ്താൽ പ്രിയപ്പെട്ടവരെ, സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്, നാളെ ശഫാഅത്തിനെ മോഹിച്ച് ആഖിറത്തിൽ പോകുന്ന ആൾക്കാർക്ക് സുഹക്കൻ 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 എന്ന ലവനത്തിന്റെ ആട്ടിയോടിക്കലിന്റെ ആക്ഷേപവാക്കായിരിക്കും കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നബിതങ്ങളുടെ 1500-ാമത്തെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് പരിപാടികളൊക്കെ കൊള്ളാം. ഇസ്ലാമിക മൂല്യങ്ങൾ, ഇസ്ലാമിക ആശയാദർശങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ളതായിരിക്കണം. ഷിർക്ക് ഒരു രീതിയിലും കടന്നു വരാൻ പാടില്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാവാൻ പാടില്ല. ഈ ഇസ്ലാമിനെ കുറിച്ച് മറ്റുള്ളവരെ കുറ്റം പറയുന്ന രീതിയിലാവാൻ പാടില്ല. ഘോഷയാത്രയൊക്കെ കുട്ടികളെ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇന്നോ ഈ റബീഉൽ അവ്വൽ 12 ചെറുപ്പക്കാർക്ക് മുഴുവനും ആഭാസത്തരങ്ങൾ കാണിക്കാനുള്ള അരങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് നാടിൻ്റെ നാനാഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ഞാൻ ഹൗദുൽ കൗസറിൽ എല്ലാവരെയും സ്വീകരിക്കാനുണ്ടായിരിക്കും. എല്ലാവരും തന്നെ അലയ്യ അഖ്വാമുൻ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സമുദായത്തിൽപ്പെട്ട എല്ലാവരും വന്നുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ചിട്ട് പോകും. അപ്പോഴാണ് ഒരു കൂട്ടം ഇങ്ങനെ വരുന്നത്. വരുമ്പോഴോ യുഹാലു അലൈഹിം, അവരിങ്ങോട്ട് വരുമ്പം തന്നെ ഒരൊറ്റ തിരശ്ശീല അങ്ങ് വീഴ്ത്തപ്പെടും. ആ തിരശ്ശീല വീഴ്ത്തപ്പെടുമ്പോൾ ഞാൻ പറയും, അതെൻ്റെ കൗമ്, എൻ്റെ കൗം, എൻ്റെ കൗം, എൻ്റെ ഉമ്മത്താണെന്ന് പറയും. യുക്കാലു, അപ്പോൾ തിരുത്തപ്പെടും, നബിയെ താങ്കൾക്ക് അറിഞ്ഞൂടാ, അങ്ങയുടെ വഫാത്തിന് ശേഷം അങ്ങയുടെ പേരിൽ കാട്ടിക്കൂട്ടിയ എന്തെല്ലാം കുഴപ്പങ്ങളാണ് യൗമാർ ചെയ്തതെന്ന്. അതുകൊണ്ട് യൗമാർക്ക് അങ്ങയുടെ ഹൗലിൽ നിന്ന് വെള്ളം കുടിക്കാൻ യോഗ്യതയില്ല. അപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, സുഹക്കൻ സുഹക്കൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം എൻ്റെ ദീനിനെ ബിദ്അത്തുകൾ കൊണ്ടും കുഴപ്പങ്ങൾ കൊണ്ടും ജനങ്ങളുടെ മുമ്പിൽ മോശമാക്കിയ യൗമാർക്ക് ശാപം നാശം പോയിണ്ടാന്ന് പറയും. അപ്പോൾ ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ആഘോഷങ്ങളും മദ്ഹുകളും ഒക്കെ തെറ്റുകളും കുറ്റങ്ങളും കടന്നുകൂടാൻ സാധ്യതയില്ലാത്ത നിലയിൽ വളരെ നിയമാനുസൃതമായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.